സാധാരണ ജീവകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. സാധാരണ എല്ലാവരും അങ്ങനെയാണെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. ശരിയോട്ടോ എനിക്കറിയത്തില്ല. ഒരു പുതിയ അറിവ് കിട്ടി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ അവിടെ പോയി ചുമ്മാ ഇരുന്നാൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് നമ്മോട് ആവശ്യമുള്ളത് സംസാരിക്കും. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രദറിൻ്റെ ധ്യാനം കൂടിയെങ്കിലും ഈ അറിവ് പറയാൻ ബ്രദർ മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടില്ല. അതുപോലെ ഏശയ്യ 59:21 നിൻ്റെ മേലുള്ള ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ അവരുടെ സന്തതികളുടെയോ അടുത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പിൻവലിക്കില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഞാനൊരു 4-5 വർഷമായിട്ട് ഈശോയായിട്ടൊന്ന് അടുത്താൽ കൊള്ളാമെന്ന് ചെറിയ മോഹമായിട്ടിരിക്കുക. അപ്പോൾ ഒരു 5-8 വചനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു. അതൊക്കെ സന്ദർഭം കിട്ടുമ്പോൾ പിള്ളേരോട് പറയുകയും ചെയ്യും. അവരത് എന്തുമാത്രം ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണല്ലോ. ഇപ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, ദൈവികമായ കാര്യങ്ങൾ എന്തെല്ലാം സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതിൻ്റെ എല്ലാം 100 ഇരട്ടി വലിപ്പത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചിരിക്കും എന്നെനിക്ക് വലിയൊരു ബോധ്യം കിട്ടി. ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കിട്ടിയ ബോധ്യം. അതുകൊണ്ട് ഇനിയും കർത്താവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാൻ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നഷ്ടമല്ല, ലാഭമാണ്. താങ്ക് യു. കൈയടിച്ച് കർത്താവ്